നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സിംലയ്ക്കടുത്തുള്ള കുഫ്രിയിലെ സ്റ്റെർലിംഗ് ഹോട്ടൽസിൽ നിന്നുമാണ് ഞങ്ങൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. ഒരു ബസ്സിൽ കയറി ഇവിടുത്തെ ഒന്നോ രണ്ടോ ഹിമാലയൻ ഗ്രാമങ്ങൾ സന്ദർശിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളുടെ ഈ യാത്ര. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തെളിഞ്ഞ നീലാകാശത്തിന് കീഴെ ഹിമാലയൻ ഗ്രാമങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. യാത്രയിൽ തിയോഗ് എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി ചമ്പാഘാട്ട് എന്ന പേരുള്ള ചെറിയ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ നടന്നു കയറി. ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഈ ഗ്രാമത്തിലെ ചെറിയ ഒരു ചായക്കട കണ്ടത്. പ്രധാനമായും സിദ്ധുവാണ് ഇവിടെ കണ്ടത്, സിദ്ധു കഫേ. ഉച്ചക്കത്തെ ആഹാരം സിദ്ധു എന്ന് പറയുന്ന ഹിമാലയൻ ഡിഷാണ്. എവിടെ പോയാലും ഇപ്പം സിദ്ധുവാണ് കഴിക്കാൻ കിട്ടുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ നെയ്ക്കകത്ത് മുക്കി ഇങ്ങനെ കഴിക്കാം. ഡ്രൈ ഫ്രൂട്ട്, ശർക്കര ഒക്കെ മധുരം ഉള്ളതുകൊണ്ട് പിന്നെ മസാല ഇട്ടതുകൊണ്ട്. ഇന്നലെ ഞങ്ങൾ മസാല ഇട്ടായിരുന്നു കഴിച്ചത്. ഇന്ന് മധുരമുള്ളത് ട്രൈ ചെയ്യണം. അതെ, നെയ്ക്കകത്ത് മുക്കി കഴിക്കണം. ഇത് ഗോതമ്പിൻ്റെ മാവാണ്. അതിൻ്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ശർക്കരയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഉണ്ടാക്കുന്ന രീതി നമ്മുടെ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഡലി ഉണ്ടാക്കുന്ന അതേ സെയിം ചെമ്പിനകത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ തണുപ്പിനെ പിടിച്ചു വയ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കണം. അപ്പം അതിന് വേണ്ടിയുള്ളതാണ്. ഭാര്യയും ഭർത്താവോടാണ് ഈ കട നടത്തുന്നത്. ഭാര്യയുടെ ഇരിപ്പുണ്ട്. മധുരവും മസാലയും ഒക്കെ ചേർത്ത സിദ്ധു കഴിച്ചിട്ട് ഞങ്ങൾ കടി ചാവൽ എന്ന് പറയുന്ന ഫേവറേറ്റ് നോർത്ത് ഇന്ത്യൻ ഡിഷിന് ഓർഡർ ചെയ്തു. ഇത് തൈരുണ്ടാക്കിയ കറിയും കുറച്ച് പച്ചരിച്ചോറുമാണ്. खाना अच्छा था यार. आपका नाम क्या है? विनोद शर्मा. विनोद शर्मा. ठीक है विनोद जी. ചമ്പകാട്ടിൽ നിന്ന് നമ്മൾ ഇതൊക്കെ താഴെ ഒരു അമ്പലം കാണുന്നുണ്ട്. ആ അമ്പലത്തിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു പോവുകയാണ്. ടഫായിട്ടുള്ള വഴിയാണ്. ഈ പടികളിങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് വലിയ പ്രയാസമില്ല ഇറങ്ങിപ്പോകാൻ. പക്ഷെ തിരിച്ച് കയറുന്നത് ഇച്ചിരി കഠിനമായിരിക്കും. ഹിമാലയത്തിലെ ജീവിതം സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ്. നമ്മൾ വിചാരിക്കും ഇവിടെ ആപ്പിൾ കൃഷിയുണ്ട്, ടൂറിസമുണ്ട്, അതൊക്കെ കുറച്ച് പേർക്ക് മാത്രമുള്ള കാര്യമാണ്. പക്ഷേ സാധാരണക്കാരുടെ ജീവിതം ഇപ്പോഴും കഷ്ടമാണ്. കാരണം ഈ മലയോടും മഞ്ഞിനോടും ഒക്കെ നേരിട്ടിട്ട് വേണം അവർക്ക് ഓരോ ദിവസം കഴിയാൻ. കണ്ടില്ല, ഇങ്ങനെയുള്ള വളരെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളും കയറി വേണം ഓരോ വീട്ടിലൊക്കെ എത്താനായി. അപ്പോൾ അതുപോലെ പ്രയാസമാണ് അവർക്ക്. कहाँ गए थे? क्यों, कुछ सामान लेके गया था? क्या लेके गए थे? आटा. ഓ, ഗോതമ്പിൻ്റെ പൊടി കൊണ്ടുപോയിട്ട് തിരിച്ച് കയറുകയാണ്. सही है, आप सही है? हाँ, आप सही. हाँ, कितना उम्र है आपका? कितना एज उम्र है आपका? है 56, 55. हाँ, 55 वैसे उल्ले कशी गया. गैस का काम करता है. तो गैस लेके गया अभी? आटा लेके गया. गैस का भी करता है. ഗ്യാസിൻ്റെ സിലിണ്ടർ ഇവിടെ എല്ലാം കൊണ്ടു കിടക്കുന്ന ആളാണ്. ഈ കയറ്റം എല്ലാം കക്ഷി ഇങ്ങനെ കയറി കൊണ്ടു കിടക്കും. ഇപ്പോൾ ഒരു ഗോതമ്പിൻ്റെ ചാക്ക് താഴെ കൊണ്ടുപോയിട്ട് തിരിച്ച് കയറുകയാണ്. നല്ല ലോഡ് എടുക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തുകാരെ. തൻ്റെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റിക്കൊണ്ടാണ് ഈ മനുഷ്യൻ നടന്ന് അകലുന്നതെന്ന് എനിക്ക് തോന്നി. ഇറക്കങ്ങളും കയറ്റങ്ങളും കയറി ആ ദൂരെ കാണുന്ന അമ്പലത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.
സത്യത്തിൽ ഹിമാലയത്തിലെ ഓരോ യാത്രയും തരുന്നത് ഓരോ അനുഭവങ്ങളാണ്, ഒട്ടും മറക്കാനാവാത്ത അനുഭവങ്ങൾ. സ്റ്റെപ്പുകൾ കയറി എത്തുന്ന ഒരു കുന്നിന്റെ മുകളിലാണ് ഈ അമ്പലം. അമ്പലത്തിന്റെ 4 ചുറ്റുള്ള മലകളിൽ കർഷകരുടെ കൃഷിഭൂമിയാണ്. സ്റ്റെപ്പ് ഫാമിംഗ് ആണ് ഇവിടെ കർഷകർ പൊതുവായി അഡോപ്റ്റ് ചെയ്യാറുള്ള കൃഷിരീതി. കുത്തനെയുള്ള ഒരു ഇറക്കവും പിന്നെ അത്ര തന്നെയുള്ള ഒരു കയറ്റവും കയറിയാൽ നമുക്ക് ഈ അമ്പലത്തിന്റെ അടുത്ത് എത്താനാകും. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. ഈ കുത്തനെയുള്ള കയറ്റം കൂടെ കയറിയാൽ അമ്പലത്തിന്റെ അടുത്ത് നമ്മളെത്തും. കയറിപ്പോകുന്ന വഴിയിൽ ഇടതുവശത്ത് നല്ല കുത്തനെയുള്ള ഒരു താഴ്വാരമാണ്. കാല് തെറ്റി അങ്ങോട്ട് കാണാൻ പോയാൽ പിന്നത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ നടന്ന് ഞങ്ങൾ അമ്പലത്തിന്റെ മുന്നിലെത്തി. പക്ഷേ അമ്പലം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. മുന്നിൽ 2 സിംഹങ്ങളും അതിന് പുറകിലായി 2 ദ്വാരപാലകരും കാവൽ നിൽക്കുന്ന അമ്പലം. മുകൾ ഭാഗത്ത് ശിവന്റെയും പാർവതിയുടെയും പ്രതിമയുമുണ്ട്. അമ്പലത്തിന്റെ ചുറ്റുപാടുകളൊക്കെ നല്ല മാർബിൾ കല്ലുകളിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ലോഹം കൊണ്ടുള്ള തനത് ഹിമാലയൻ മേൽക്കൂരയുള്ള ഈ അമ്പലത്തിന്റെ 4 ചുറ്റും മതിലുകൾ സ്വർണ്ണ നിറമുള്ള പെയിന്റ് കൊണ്ട് പൂശിയിരിക്കുന്നു. അമ്പലം പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ പരിസരത്ത് കുറച്ച് സമയം ചെലവഴിച്ചു. ഞങ്ങൾ അമ്പലം കണ്ടിട്ട് തിരിച്ച് മടങ്ങുകയാണ്. കുറേയേറെ നല്ല ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കുവാൻ തക്കവണ്ണം ഈ ഗ്രാമത്തിലെ ഈ ചെറിയ വിസിറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. മലയിലെ ഒറ്റപ്പെട്ട ഈ അമ്പലത്തിൽ നിന്നും മാറി കുറച്ചകലെ വേറൊരു അമ്പലമുണ്ട്. ഞങ്ങളുടെ യാത്ര ഇനി ആ അമ്പലം കാണുവാൻ വേണ്ടിയാണ്. ഇവിടെയൊക്കെ ഇതാ ആപ്പിൾ മരങ്ങൾ അങ്ങനെ ഇല പൊഴിച്ചു നിൽക്കുന്നു. ഏപ്രിൽ മാസം പകുതിയാകുമ്പോഴേക്കും ഈ മരങ്ങളിലൊക്കെ ഇലകൾ വന്നു തുടങ്ങും. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് ആപ്പിളിന്റെ വിളവെടുപ്പ്. കൊച്ചുമകളായിരിക്കും വരുന്നുണ്ട്. അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് ഈ മുത്തച്ഛനെയും കൊച്ചുമകളെയും കണ്ടത്. നമസ്തേ സർ. हम केरला. हाँ हाय बेटे, स्कूल गए थे? यस मैम। अच्छा, कहाँ है स्कूल? पास में? हाँ जी। अच्छा, मैम बोल रही थी कई लोग केरला में रहते हैं। बोर्डिंग में? हाँ? केरला में रहता है लोग? आपका दोस्त लोग? दोस्त नहीं। फिर मैम बोल रही थी कई होते मेरे जानने वाले केरला में। अच्छा, क्या नाम है उनका? वीना मिट्टा मैम। है? वीना मिट्टा मैम। अच्छा, टीचर जो है ना? हाँ जी। अच्छा, आप कौन सी क्लास? स्कूल का नाम क्या है आपका? डीएवी के जाइडी पब्लिक स्कूल। कहाँ है? यहाँ पर है। पास में ही है। आपका नाम क्या है? नमस्ते भाजाई। नमस्ते भारद्वाज। ठीक है, आपका दादा है?
വീട്ടിലേക്കുള്ള വഴിയിൽ തൻ്റെ മുത്തശ്ശനോട് സ്കൂളിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുന്ന തപസ്യയുടെ പുറകെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. अच्छा, आपका टीचर का नाम क्या था, दोबारा बोलो. दीना. मिला था करके. टीचर को हमारा हाय कर दो, ठीक है? बाय बाय. बाय. വീണ എന്നു പേരുള്ള മലയാളി ടീച്ചർ തന്നെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തപസ്യ ഞങ്ങളോട് പറഞ്ഞു. ടീച്ചറിനോട് ഹായ് പറയുവാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്നു. അമ്പലത്തിലേക്കുള്ള വഴിയിലാണ് വളരെയധികം പഴക്കം തോന്നിക്കുന്ന ഈ ഹിമാചലി വീട് കണ്ടത്. ഈ വീടിന്റെ താഴ്ഭാഗം കന്നുകാലികൾക്കും മുകളിൽ മനുഷ്യർക്കും താമസിക്കുവാനുള്ളതാണ്. തടിയും കല്ലും ഇരുമ്പുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. പുറത്തുനിന്നും ഒട്ടും കാറ്റ് കിടക്കാത്ത രീതിയിലാണ് ഈ വീടിന്റെയൊക്കെ നിർമ്മാണം. इधर कोई रहता है अभी? अच्छा, अभी भी रहता है. हाँ. कितना पुराना मकान है? ഈ വീട്ടിൽ ഇപ്പോഴും ആൾക്കാർ താമസമുണ്ടത്രേ. ഇതിന് എന്തുമാത്രം പഴക്കമുണ്ടെന്ന് ഈ മുത്തശ്ശിയോട് ചോദിച്ചിട്ട് അവർക്ക് വലിയ ഐഡിയ ഇല്ലെന്നാണ് പറഞ്ഞത്. പഴയ കാലത്തിന്റെ സാക്ഷ്യപത്രമായി ഈ കെട്ടിടമൊക്കെ അങ്ങനെ നിലനിന്നു പോരുന്നു. ഞങ്ങളങ്ങനെ നടന്ന് ഈ അമ്പലത്തിന്റെ അടുത്തെത്തി. ദേവദാരു മരത്തിന്റെ തടിയാണ് ഈ അമ്പലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദേവദാരു മരങ്ങൾ മുറിക്കാൻ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതി വേണം. അമ്പലത്തിന്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പണിക്കാരെ ആരെയും ഇവിടെ കണ്ടില്ല. 4 നിലകളുണ്ട് ഈ അമ്പലത്തിന്. ദേവദാരു മരത്തിന്റെ തടിയും സിമന്റ് കട്ടകളുമാണ് പണിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്കൂട്ടർ കാണുന്നില്ലേ? ഈ സ്കൂട്ടറിന്റെ മുൻഭാഗത്തെ വീല് എഞ്ചിനുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കാണുന്ന അയൺ റോപ്പ് ഉപയോഗിച്ചിട്ട് മുകളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്നു. ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള റിമോട്ടായ സ്ഥലങ്ങളിൽ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. ഹിമാചൽ പ്രദേശിന്റെ ഈ ഭാഗത്തൊക്കെ ഓരോ വർഗക്കാർക്കും, ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ചൗധരിക്കുമൊക്കെ അവരുടേതായ അമ്പലങ്ങളുണ്ടെന്ന് ഇവിടുത്തെ കെയർടേക്കർ എന്നോട് പറഞ്ഞു. ഈ കോംപ്ലക്സിന്റെ വേറൊരു ഭാഗത്ത് പണി പൂർത്തിയാക്കിയ ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ആളാണ് ഈ അമ്പലത്തിന്റെ കെയർടേക്കർ. ഇപ്പോൾ നടക്കുന്ന റിനോവേഷൻ വർക്കെല്ലാം ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. അമ്പലത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ തിയേറ്ററിൽ എന്ന പോലെ പടികളൊക്കെ കെട്ടിയിരിക്കുന്നു. ഇവിടെ ആൾക്കാരിരുന്ന് ഇവിടുത്തെ പരിപാടികൾ കാണാറുണ്ടത്രേ. വിശേഷ അവസരങ്ങളിൽ ധാരാളം ആൾക്കാർ കൂടാറുള്ള ഒരു അമ്പലമാണിത്. അമ്പലത്തിന്റെ മതിലിനപ്പുറത്ത് ഹിമാലയം ഒരു വെള്ള പുതപ്പ് പുതച്ച് അങ്ങനെ കിടക്കുന്നു. അങ്ങനെ കുറെ നേരം അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ കാത്ത് തപസ്യ നിൽപ്പുണ്ടായിരുന്നു. അവൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സും മാറി വന്നിരിക്കുകയാണ്.
തപസ്യയുടെ കൂടെ നിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോ എടുത്തു. വളരെ ഓമനത്വമുള്ള കിലുകില സംസാരിക്കുന്ന ഒരു കൊച്ച് ഹിമാലയൻ പെൺകുട്ടി. ഹിമാലയത്തിലെ കൊച്ച് ഗ്രാമത്തിലെ ഗ്രാമീണനോട് യാത്ര പറഞ്ഞിട്ട് പിരിയാൻ സമയമായി. बहुत पुराना है ना, मतलब 5-6 पीढ़ियाँ. नहीं, हमने खाना भी खाया, ऊपर से खाना खाया था अभी. चलिए सर, बाय बाय. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.